കേരളം കേരകേദാര ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ സ്വാഭാവിക റബ്ബറിന്റെ ഉൽപാദനം വളരെ നന്നായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ റബ്ബർ കർഷകർക്ക് എന്നും കണ്ണീര് മാത്രമാണ് ബാക്കിയെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റബ്ബറിന്റെ ഒരു വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ റബ്ബർ മേഖലയ്ക്ക് കൂടുതൽ ഒരു ഉണർവ് പകരാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത അങ്ങ് കണ്ടിട്ടുണ്ടോ? ഇതിൽ ആദ്യം പറയുമ്പോൾ ഐ നീഡ് ടു ടോക്ക് ടു യു ഓൺ ടു ഏരിയ. വൺ ഈസ് value-added rubber products from natural rubber. One, as an entrepreneur, we are having an industry called Primus Gloves Limited in Special Economic Zone, Kochilum, Palakkad, Kinfra Park, Sandria Healthcare in the Banda. Value-added rubber products got a huge potential. സംശയമൊന്നും വേണ്ട. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന 70% നാച്ചുറൽ റബ്ബർ കേരളത്തിലാണ് ഇന്ത്യയിലെ 70% ഉൽപ്പാദിക്കപ്പെടുന്നത്. ഈ 70% കംപ്ലീറ്റ് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുക നമ്മൾ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഫോർ കേരള ഇൻ റബ്ബർ പ്രോഡക്ട്സ് ഈസ് അമേസിംഗ്ലി വെൽ. അതിനാണ് സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡ് എന്നൊരു പബ്ലിക് സെക്ടർ പഴയ ചീഫ് സെക്രട്ടറിയുടെ ഒരു ഡൈനാമിക് ലീഡർഷിപ്പ് ഷീല തോമസ് മാഡം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഒരു ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്. അവർ ഈയിടെയായിട്ട് ദുബായിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിരുന്നു. ദുബായിൽ വെച്ചിട്ട് അറൗണ്ട് 60 ഇൻവെസ്റ്റേഴ്സാണ് റബ്ബർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇന്ന് വൈക്കം താലൂക്കിനടുത്ത് പഴയ ന്യൂസ് പ്രിന്റിൻ്റെ അവിടെ ഏകദേശം 300 ഏക്കർ സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡിന് കൊടുത്തിട്ട് അതിൻ്റെ പ്രാരംഭ പണികൾ തുടങ്ങി. അതിൽ ഏകദേശം 70 എന്റർപ്രണേഴ്സ് വാല്യൂ ആഡഡ് റബ്ബർ അവിടെ ഉള്ളത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റിയാണ് റബ്ബറിന് വേണ്ടിയിട്ട്. കൂടാതെ ആസ് എ റബ്ബർ ബേസ്ഡ് വി മേക്ക് ലാറ്റക്സ് ഗ്ലൗസ് ഇൻ കൊച്ചിൻ, പ്രൈമസ് ഗ്ലൗസ് എന്ന് പറഞ്ഞത് നമ്മളും ഒരു വാല്യൂ ആഡഡ് റബ്ബർ പ്രോഡക്ട്സ് പാലക്കാടിൽ ഇപ്പോൾ നമ്മൾ 20 കോടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൈനപ്പാണ് നമ്മൾ ചെയ്യുന്നത്. കൊച്ചിയിൽ നമ്മൾ പാലക്കാട് കിൻഫ്ര പാർക്കിലുണ്ട്. കൂടാതെ നമ്മൾ പുതിയൊരു വെഞ്ചറാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 20 crore വാല്യൂ ആഡഡ് റബ്ബർ പ്രോഡക്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഫോർ റബ്ബർ അല്ല മാത്രം നോക്കണ്ട, ദ പൊട്ടൻഷ്യൽ ഫോർ ടോട്ടൽ ഇൻഡസ്ട്രി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഡയറക്ടറായിട്ടുള്ള ദുബായ് ബേസ്ഡ് യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ, വി ആർ ബേസിക് ഇൻ ടു ഓയിൽ. അതിന്റെ ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് അലി ഈ വാണ്ടഡ് ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ് ഇൻ എഡ്യൂക്കേഷൻ. പുള്ളി കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് അറൌണ്ട് ഓൾറെഡി വി ഇൻവെസ്റ്റഡ് 150 crores. We are open to invest another 250 crore and we also wanted to bring ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് യൂണിവേഴ്സിറ്റി. അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും മാനേജ്മെന്റ് സ്കൂൾ സ്റ്റാർട്ടായി. നമുക്ക് വേണ്ടത് ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ലോ അക്കാഡമി, മാനേജ്മെന്റ് സ്കൂൾ, മെഡിക്കൽ കോളേജ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് യൂണിവേഴ്സിറ്റി, ഒരു സെന്റർ ഓഫ് എക്സലൻസ്, ഒരു സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്. വി ആർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഹ്യൂജ് മണി ഓൺ എഡ്യൂക്കേഷൻ ടു ബ്രിങ് എ യൂണിവേഴ്സിറ്റി ആൻഡ് ടൈ ഇറ്റ്. അപ്പോൾ റബ്ബർ ആയാലും എഡ്യൂക്കേഷൻ ആയാലും ബോത്ത് ആർ റിലവൻറ്റ് ടു കേരള. എഡ്യൂക്കേറ്റഡ് വാല്യൂ ആഡഡ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. റബ്ബർ ഓൾസോ റിക്വയേഴ്സ് വാല്യൂ അഡീഷൻ ഇൻ റബ്ബർ. ഈ കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്യാമ്പസിൽ ഞാൻ പോയതാണ്. ഓരോ ദിവസവും നിർമ്മാണം, അതായത് ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ പുതിയൊരു ബിൽഡിംഗ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മിഡിൽ ഈസ്റ്റ് സ്ട്രക്ചറിൽ അറബി കൊട്ടാരങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ സിവിൽ സർവീസ് അടക്കം വളരെ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയുന്ന വിദ്യാഭ്യാസപരമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല. അപ്പോൾ അവിടെ അതിനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കുക എന്ന രീതിയിലാണ് അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കെട്ടിപ്പടുക്കുന്നതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പം അത് ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കാസർഗോഡ് ജില്ലയെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ എത്രത്തോളം ദൂരമുണ്ടെന്ന് കരുതുന്നു? തന്നിൽ നിന്ന് തന്നിലേക്കുള്ള ദൂരം അളക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൂരം എന്നുള്ള ഇറ്റ്സ് എ മൈൻഡ്. ടുഡേ വേൾഡ് ഗെറ്റ് കണക്റ്റഡ് ഇൻ 2 seconds. അപ്പോൾ ദർ ഇസ് നോ ഡിസ്റ്റൻസ് ഫോർ എനി ഓഫ് ദീസ് തിങ്സ്. പിന്നെ ഇബ്രാഹിം അഹമ്മദ് അലിയുടെ ഒരു വിഷനാണ് ബാക്ക്വേർഡ് ജില്ലയായ കാസർഗോഡിനെ ഒരു എഡ്യൂക്കേഷൻ. യു ലുക്ക് അറ്റ് ദ എമൗണ്ട് ഓഫ് മണി, ക്യാപിറ്റൽ എറോഷൻ ഹാപ്പൻഡ് ഇൻ ദ സ്റ്റേറ്റ്. പാലക്കാട് ചുരം താണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിന് അന്യ സംസ്ഥാനത്തേക്ക് പോയത്. അത് ഒഴിവാക്കണമെങ്കിൽ ദെൻ എഡ്യൂക്കേഷൻ. ഐ എം ഫ്രോം ദ ഫാമിലി ഓഫ് എഡ്യൂക്കേഷനിസ്റ്റ്. ഞാൻ പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണൻ കാസർഗോഡ് കോളേജും ബ്രണ്ണൻ കോളേജും ഒക്കെ സ്ഥാപിച്ച ഒരു മഹാമനുഷ്യന്റെ എൻ്റെ വലിയച്ഛനാണ് അദ്ദേഹം. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മളെ ബ്ലഡിലുള്ളതാണ്. അപ്പോൾ കാസർഗോഡ് ഇങ്ങനെ ഒരു വാല്യൂഡ് എഡ്യൂക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ആൻ അമേസിംഗ് ചേഞ്ച്. ഇബ്രാഹിം അഹമ്മദ് അലിയുടെ ഒരു വലിയൊരു വിഷനാണ് ഇതിന്റെ പിന്നിൽ. ഹി വാണ്ടഡ്
common man to get a basic good education. നമ്മളെ മാനേജ്മെന്റ് സ്കൂളെല്ലാം നിങ്ങളൊരു 3 കൊല്ലത്തിൽ നോക്കിയാൽ നമ്മുടെ മാനേജ്മെന്റ് സ്കൂള് എല്ലാവർക്കും വേണ്ട ഒരു മാനേജ്മെന്റ് സ്കൂളായി മാറും. അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ. ഐ എം എ പ്രൊഫഷണൽ. ഐ ഗോ ടു മെനി ഗ്രേറ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആസ് എ പ്രൊഫസർ. ഐ ഗോ ടു IIM, Calicut in MDP, Bangalore and different places. So we wanted state-of-art management education. ഇതുകൂടാതെ we are coming out with Law Academy. ഒരു wider change will happen in Kunia as a hub of education, purely the vision of Mr. Ibrahim Ahmad Ali, who wanted to create a change in Kasaragod. That change will happen, and the government is very proactive. The government is willing to support, thanks to the government headed by Honorable CM Sri Pinarayi Vijayan. താങ്ക് യു സോ മച്ച്. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലും റബ്ബർ മേഖലയിലും നിങ്ങളുടേതായ ആ ഒരു കോൺട്രിബ്യൂഷൻസ് കൂടുതൽ കൊണ്ടുവരട്ടെ. ഇനി നമ്മൾ കാണുമ്പോൾ കാസർഗോഡ് വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറിയെന്ന് സർക്കാരിന്റെ ആ ഒരു സഹായത്തോടുകൂടെ ഈ പറയുന്ന ഇതുപോലെയുള്ള നിക്ഷേപക സൗഹൃദ സംഗമങ്ങളുടെയൊക്കെ ഫലമായി ഉണ്ടാവട്ടെ. And also we should mention the contribution of Sri Rajesh, the local self government minister. ഇന്നിപ്പോൾ എന്തായി, പഞ്ചായത്തുകളിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ഒരു പെർമിഷനോടുകൂടി തുടങ്ങാമെന്നുള്ള. ദിസ് ഈസ് എൻ അമേസിംഗ് ചേഞ്ച് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. ദിസ് വിൽ ഓപ്പൺ അപ്പ് മെനി സെക്ടർ ടു കം ഇൻ. ഏർലിയർ നമ്മുടെ ആൾക്കാർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ആ പേടി മാറാനായിട്ട് സർക്കാർ, ലുക്ക് അറ്റ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വി ആർ ഓൺ ദ ടോപ്പ്. ദിസ് ഈസ് ഡൺ ബൈ ഹും? Government of India, Ministry of Commerce and Industries. So the change is a catalyst. ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അങ്ങനത്തെ ഒരു ചേഞ്ച് കാറ്റലിസ്റ്റ് ആയിട്ടാണ് രാജേഷ് മന്ത്രി ചെയ്ത കാര്യങ്ങൾ. ഇറ്റ്സ് അമേസിങ്, അപ്രീഷ്യബിൾ. എന്താ വെച്ചാൽ വെൻ ഐ സിറ്റ് ഇൻ ദ ഇൻഡസ്ട്രീസ് പെർസ്പെക്റ്റീവ് ആൻഡ് ലുക്ക് അറ്റ് തിങ്സ്, ഇറ്റ്സ് എ ടോട്ടൽ ന്യൂ ചേഞ്ച്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മാറ്റങ്ങൾ, ഈ നമ്മൾ പറയും ചേഞ്ച് ഇസ് എ സ്ലോ പ്രോസസ് എന്നെല്ലാം പറയും. സംടൈംസ് ചേഞ്ച് വർക്ക് ആസ് എ കാറ്റലിസ്റ്റ്. അങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് രാജീവ് മന്ത്രിയായിട്ട് രാജേഷ് ജി ചെയ്തത്. ദാറ്റ്സ് ആൻ അമേസിംഗ് ചേഞ്ച്. കുഡോസ് ടു ദ ഗവൺമെന്റ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇവിടെ കാണുന്ന ഓരോ നിക്ഷേപകനും പറയാനുള്ളത് അതേ കഥ തന്നെയാണ്. കേരളം പഴയ കേരളമല്ല, കേരളത്തിനൊരു പുതിയ മുഖമാണ്. മുഖം മിനുക്കിയ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരികയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ.